ഏതൊരാളും ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ എവിടെയെങ്കിലും ഒരു ഷോപ്പ് അവരിടണം. അതെന്തിനാണെന്നറിയോ? അവിടെ നിന്ന് കിട്ടുന്ന വൈബ് വേറെ. കാരണം അവിടുത്തെ കസ്റ്റമേഴ്സ്, അവിടുത്തെ നാട്ടുകാർ നമ്മളുള്ള പെരുമാറ്റം അത് മതി. ഒരു ബിസിനസ്സുകാരന് സ്ട്രെസ്സ് കുറയാൻ ഏറ്റവും എളുപ്പമാണ്. കാരണം നമ്മൾ അവിടെ ഇപ്പം കഴിഞ്ഞ ഏപ്രിലാണ് തുടങ്ങി. ഇത്രയും ചെറിയ കാലയളവിൽ 6-7 മാസമായിരുന്നുള്ളൂ. അതോടുകൂടി തന്നെ നമുക്ക് അവിടുത്തെ ആ മലപ്പുറത്തിന്റെ കൾച്ചർ ശരിക്കും മനസ്സിലായി. അത് അത്രയും പോസിറ്റീവാണ്. നമുക്ക് ഒരു കാര്യം ഇടയാണുള്ളത്, മെഡിമാൾ മലപ്പുറം ആരംഭിക്കാൻ നേരം ഗ്രൗണ്ട് സ്റ്റഡി നടത്തുമല്ലോ. ആ സമയത്ത് പല ആളുകളുമായിട്ട് സംസാരിച്ചപ്പോഴും മലപ്പുറത്തിന്റെ പ്രധാന ടൗണുകൾ എന്ന് പറയുന്നത് കോട്ടക്കൽ, മഞ്ചേരി, കൊണ്ടോട്ടി, ഈ ഭാഗങ്ങളൊക്കെയാണ് മലപ്പുറം. പക്ഷേ എന്നാലും പ്രോപ്പർ മലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് മെഡിമാൾ ആരംഭിക്കാൻ പല ആളുകളോടും ചോദിച്ചപ്പോൾ എന്തിനാണ് അവിടെയെന്ന് ചോദിക്കാണ്ടായ ഒരു കാരണമുണ്ട്. എന്ത്? സാമ്പത്തികം. അതായത് മുടക്കിയ മുതലിന് റിട്ടേൺസ് കിട്ടണമല്ലോ. എന്നിട്ടും മെഡിമാൾ പോലെയുള്ള സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആരോഗ്യ മാള് മലപ്പുറത്ത് ആരംഭിച്ച് 2ാം മാസം മുതൽ ആ മലപ്പുറത്തുകാരുടെ സ്നേഹവും സ്വീകരണവും അവരുടെ സ്വീകാര്യതയും അനുഭവിച്ചറിഞ്ഞവരാണ് അവർ. തീർച്ചയായിട്ടും അതേ അനുഭവമാണ് മറാമി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. കാരണം നമ്മൾ മറാമി അവിടെ തുടങ്ങുന്ന സമയത്ത് മലപ്പുറം ടൗണിൽ ഞാൻ ബിസിനസ് സ്റ്റഡി നടത്താനൊന്നും പോയില്ല. എനിക്കുള്ള ട്രസ്റ്റ് ഒന്ന് മെഡിമാൾ, രണ്ടാമത്തെ എൻ്റെ പ്രൊഡക്റ്റിലുള്ള വിശ്വാസം, എൻ്റെ സർവീസിലുള്ള വിശ്വാസം, അത് വെച്ച് മാത്രമേ തുടങ്ങുന്നത്. പക്ഷേ മലപ്പുറം ടൗണിൽ പല ഭാഗത്തും ഒപ്റ്റിക്കൽസ് ഷോപ്പുകളുണ്ട്. പക്ഷേ നമ്മളും തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ജനസാന്ദ്രത കുറവാണ് എന്ന് ഒരു ടോക്ക് ഉണ്ട് അല്ലെ? മലപ്പുറം ടൗണിൽ കുറച്ച് കുറവാണ്, നല്ലത് കുറച്ചും മതി എന്ന് പറയുന്ന പോലെ. അത് ഭയങ്കര അന്വർത്താണ് കേട്ടോ. കാരണം ഓരോ മനുഷ്യരുടെയും ക്വാളിറ്റിയും അവര് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന സ്നേഹവും. നിങ്ങളൊരു കണ്ണട വിറ്റാൽ ആ മനുഷ്യൻ നിങ്ങളെ ആജീവനാന്ത കസ്റ്റമറാ, മലപ്പുറത്തുകാരനാണെങ്കിൽ. അതിന് പ്രത്യേകത പറയാം. നമ്മളുണ്ടല്ലോ, നമ്മളെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഈ പ്രോഡക്റ്റ് ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെ യൂസ് ചെയ്യണം, ഇതിൻ്റെ ഗുണം ഇങ്ങനെയുണ്ട്, ഇതിൻ്റെ നല്ലതല്ലാത്ത വശം ഇങ്ങനെയുണ്ട്, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പോരെ എന്ന് ഞാൻ തെളിയിച്ച് പറയാത്തതുകൊണ്ട് അത് പറയുന്ന കേൾക്കാനുള്ള മനസ്സ്, അതാണ് ഇപ്പോൾ ഒരു കസ്റ്റമറിൽ നമ്മൾ ഒരു സെയിൽസ് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടത്. അത് അവിടെ ആവോളം കിട്ടുന്നുണ്ട്.